മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ ബൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കി. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയ കോടതി 4 ദിവസത്തിനകം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ഉത്തരവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കോടതി നടപടിയെടുത്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. ദീപ്തി, കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയാണ് ബൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളുടെ വിശദമായ മൊഴി കോടതി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ദിവസത്തിനകം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ ധർമ്മസ്ഥല പോലീസിനോട് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് കാണാതായ നിരവധി പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഈ പെൺകുട്ടികളിൽ പലരും അതിഭീകരമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 4000 ഏക്കറിൽ വരുന്ന വനഭൂമിയിൽ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുള്ളത്. എന്തായാലും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ഇപ്പോൾ കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. ഈ 2014 ശേഷം ഇയാളുടെ കുടുംബത്തിനും ഇയാൾക്കും എതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഉയരുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇയാൾ മറ്റൊരു സംസ്ഥാനത്ത് അഭയം പ്രാപിക്കുകയായിരുന്നു. കുറ്റബോധത്താലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പല രീതിയിൽ മാരകമായ പരിക്കുകൾ പറ്റിയും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായ പെൺകുട്ടികളുടെയും മറ്റ് സ്ത്രീകളുടെയും യുവാക്കന്മാരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായി എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് തെളിവായി ഇയാൾ ഈ മൃതദേഹം കുഴിച്ചിട്ട് ഒരു ഭാഗത്ത് ചെല്ലുകയും ഇത്തരത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും ഈ മൃതദേഹാവശിഷ്ടത്തിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ച് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പോലീസിനോട് കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബൽത്തങ്ങാടി കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥല പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നില്ല. ഇതിന്റെ വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇയാൾ നേരിട്ട് കോടതിയിൽ ഹാജരായി ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ എത്രയും വേഗം തന്നെ പുറത്തെത്തിക്കണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഏറെ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമാണ്. മാത്രമല്ല, ഈ സൗജന്യ കൊലക്കേസ് അത് കർണാടകയിൽ ഏറെ ചർച്ചയായ ഒരു സംഭവമാണ്. 2012 ഒക്ടോബർ 9 ഈ പെൺകുട്ടി മാരകമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ അവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ പോലീസിന് സാധിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് നിരവധി പെൺകുട്ടികളും സ്ത്രീകളും മറ്റും കാണാതായിട്ടുണ്ട്. ഇവരെവിടെയാണ് എന്നുള്ളത് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോടതി പോലീസിനോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദീപ്തി, ശരി. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ ബൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കി. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയ കോടതി